ദൈവം തലമുറകളുടെ You're the ദൈവം. God of generation. ഹല്ലേലൂയ. Hallelujah. നിന്നിലൂടെ ഞാൻ രാജ്യങ്ങളെ, Amen. ഭൂമിയിലെ സകല രാജ്യങ്ങളെയും കുടുംബങ്ങളെയും ഞാൻ അനുഗ്രഹിക്കുമെന്ന് പറഞ്ഞ ദൈവം Hallelujah. അത് തന്നെ ഒന്ന് വിസ്തരിച്ച് 12-ാം അധ്യായത്തിൽ തന്നെ താഴോട്ട് നമുക്കിത് കാണാം. എന്നാൽ ഇവിടെ പറയുന്നത് കണ്ടോ, ഇൻ യുവർ സീഡ് Hallelujah. all the nations of the earth shall be blessed. Amen. Amen. Hallelujah. Hallelujah. ദൈവത്തിൻ്റെ ആ ഹൃദയം, ദൈവത്തിൻ്റെ പദ്ധതി അടുത്ത തലങ്ങളിലേക്ക് തുറക്കുകയാണ്. അതേ താൻ രാജ്യങ്ങളുടെ ദൈവമാണ്. എന്നാൽ നമ്മളിലൂടെ രാജ്യങ്ങളെ അനുഗ്രഹിക്കുവാൻ ദൈവം പദ്ധതി ഇടുന്നതിൻ്റെ ഇടയ്ക്കുള്ള സ്റ്റെപ്പ് എന്തുവാ? നിന്റെ സന്തതിയിലൂടെ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഓ, ഈ വചനത്തിൻ്റെ മുൻപിൽ അങ്ങ് പിടിച്ചു നിർത്തിയതുപോലെ അനേക ദിവസങ്ങൾ ഇതിൻ്റെ പുറത്ത് നിൽക്കുവാൻ കർത്താവ് ഇടയാക്കി. Amen. Amen. Hallelujah. നമ്മൾ കേട്ടിട്ടുള്ളതല്ലേ, നമ്മൾ ഇത് എത്രയോ പ്രാവശ്യം കേട്ടിട്ടുള്ളതല്ലേ. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. ഇൻ യുവർ സീഡ് how is God going to bless all the nations of the earth? ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുക. നമ്മൾ പിള്ളേരെ ക്വസ്റ്റ്യൻ ആൻസർ പഠിപ്പിക്കുമല്ലോ. How is God going to bless the nations of the earth through you? How is God going to do that? In your seed. Hallelujah. 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 Thank you, Jesus. നിന്റെ സന്തതിയിലൂടെ. ആമേൻ. Amen. തലമുറകളിലേക്ക് തന്റെ വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്ന നമ്മുടെ ദൈവം. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഈ സമയം കിട്ടുമോ എന്നറിയത്തില്ല, പക്ഷേ ഇതിന്റെ ഭൗതികവും ആത്മീക വശങ്ങളൊക്കെ ഉണ്ട്. ആമേൻ. Amen. ഹല്ലേലൂയ. Hallelujah. Thank you, Jesus. ഇൻ യുവർ സീഡ്. Hallelujah. അപ്പൊ നിന്റെ സന്തതി അല്ലെങ്കിൽ നിന്നിലുള്ള വിത്തിന്, നിന്നിലൂടെ ഉത്ഭവിച്ചു വരുന്നത് നഷ്ടപ്പെടുവാൻ ദൈവം അനുവദിക്കത്തില്ല. Amen. Hallelujah. ഹല്ലേലൂയ. Hallelujah. ദൈവത്തിന് പദ്ധതിയുണ്ട്. ആമേൻ. ഹല്ലേലൂയ. Thank you, Jesus. ഇൻ യുവർ സീഡ്. 90-ാം സങ്കീർത്തനം ഞാനിങ്ങനെ ജമ്പ് ചെയ്ത് പോവുക. ഇതിനകത്തൂടി ഒരു ത്രെഡ് ഉണ്ട്, അതങ്ങ് പിടിച്ചാൽ മതി. നമ്മൾ 90-ാം സങ്കീർത്തനം മോശയുടെ ഒരു സങ്കീർത്തനമാണ്. ഒരു മനുഷ്യന്റെ ജീവിതകാലം അല്ലേ, എത്രയുണ്ട്? കൂടിപ്പോയാൽ 70, 80, 90 അല്ലേ? അപ്പൊ അത് കഴിയുമ്പം പിന്നെ എങ്ങനാ? പ്രത്യേകിച്ച് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിനകത്ത് എല്ലാവരും അവരവരെ കുറിച്ച് ചിന്തിക്കുന്നവരാണ്. ഇൻഡിവിജ്വലിസ്റ്റിക് ഒരു കാഴ്ചപ്പാടാണ്. എൻ്റെ കാര്യം എന്തായി തീരുന്ന അല്ലേ? അത് അങ്ങനെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമ്മളായിപ്പോഴും പിള്ളേരെയൊക്കെ വീട്ടിൽ വളർത്തുമെങ്കിലും ചെയ്യുന്നത്. പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരു പ്രായമായി കഴിഞ്ഞാൽ അവര് പൊക്കോണം, തന്നെ അന്വേഷിച്ചോണം, ജീവിച്ചോണം. കല്യാണത്തിന് വിളിച്ചാ വേണേ കൂടാം. ഹല്ലേലൂയ. Hallelujah. ആമേൻ. Amen. അപ്പൊ എൻ്റെ കാര്യം എന്തായി തീരും? അതുകൊണ്ട് തന്നെ അകാല മരണങ്ങളും ചില സംഭവങ്ങളും ഒക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയമാ. നമ്മളെ അത് ചിന്തിപ്പിക്കും. വാട്ട് ഈസ് ദിസ് ഓൾ അബൌട്ട്? നമ്മൾ ജീവിതത്തിലും ശുശ്രൂഷയിലും മറ്റുള്ള മേഖലകളിലുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു, പ്രവർത്തിക്കുന്നു, ചിന്തിക്കുന്നു, യുദ്ധങ്ങൾ ചെയ്യുന്നു. യുദ്ധം അങ്ങോട്ട് തീരുന്നില്ല. ഹല്ലേലൂയ. കർത്താവേ, ഇനിയിപ്പോൾ ഈ യുദ്ധം എല്ലാം കഴിഞ്ഞിട്ട് ഇതൊക്കെ ഒന്ന് ആസ്വദിക്കുന്ന എപ്പോഴാണെന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്നു. അത് ദൈവം ചിന്തിക്കുന്നത് പോലെ പലപ്പോഴും ചിന്തിക്കാൻ കഴിയാത്തത് കൊണ്ടാണ് ദൈവം God thinks generationally. ഹല്ലേലൂയ. നിങ്ങളിൽ അടങ്ങിപ്പോകുന്ന, നിങ്ങളിൽ തീർന്നു പോകുന്ന ഒന്നല്ല. ഭൗതികവും ആത്മീകവുമായ തലത്തിൽ നിങ്ങളുടെ വിത്തിനെ നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കാത്ത ഒരു പദ്ധതി ദൈവത്തിന്റെ പക്കലുണ്ട്. എന്ത് സാഹചര്യമാണെങ്കിലും, നിങ്ങളുടെ ജീവിതത്തിന്റെ വിഷയങ്ങളും സാഹചര്യങ്ങളും പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും യുദ്ധങ്ങളും എന്തൊക്കെയാണെങ്കിലും, നിങ്ങൾ യുദ്ധം ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി മാത്രമല്ല, അടുത്ത തലമുറയ്ക്ക് വേണ്ടിയാണ്. ഹല്ലേലൂയ.
നിങ്ങളുടെ ജയത്തിന്റെ മേൽ പണിതെടുക്കുവാൻ ഒരു Amen. തലമുറ കാത്തു നിൽക്കുകയാണ്. Amen. Hallelujah. നിങ്ങൾ അവസാനിക്കുന്നിടത്ത് ആരംഭിക്കുവാൻ ഒരു തലമുറ കാത്തു നിൽക്കുകയാണ്. Amen. Hallelujah. ഹല്ലേലൂയ. എന്റെ ജയങ്ങളും എൻ കർത്താവേ, മോശ ഏറെക്കുറെ അങ്ങനെ ഒരു പ്രാർത്ഥനയാ പ്രാർത്ഥിച്ചത്. ഇതിനകത്ത് പോകാൻ സമയമായല്ലോ. 90-ാം സങ്കീർത്തനം അദ്ദേഹം പ്രാർത്ഥിച്ചു. നമുക്കൊന്ന് വായിച്ചു തുടങ്ങാമോ അങ്കിൾ? കർത്താവേ, നീ തലമുറ തലമുറയായി ആ, ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. അതെ, അങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ് മോശയുടെ ഹൃദയത്തിലുണ്ട്. ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. പല വിഷയങ്ങളിലൂടെ ഇതിനകത്ത് കയറി ഇറങ്ങി പോകുന്നുണ്ട് എങ്കിലും ഒരു മനുഷ്യൻ ഹല്ലേലൂയ, ഒരു മനുഷ്യൻ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ എന്ന് പറയുന്ന വ്യക്തിയുടെ ചുറ്റിപ്പറ്റുമാ കറങ്ങുന്നത്. ഹല്ലേലൂയ. Yes, yes. പലപ്പോഴും അതിനപ്പുറം കൂടി പോയാൽ നമ്മുടെ ഫാമിലി, പലപ്പോഴും അതിനപ്പുറത്ത് കാണാനോ ചിന്തിക്കാനോ പ്രവർത്തിക്കുവാനോ വില കൊടുക്കുവാനോ കഴിയാത്തവരാണ് നമ്മൾ. Yes. ഹല്ലേലൂയ. Hallelujah. എന്നാൽ ദൈവം കാണുന്നത് പോലെ ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് പരിശുദ്ധാത്മാവ് കൈപിടിച്ചുയർത്തുകയാണ്. Amen. Amen. ഹല്ലേലൂയ. Hallelujah. Glory to God. Hallelujah. അപ്പൊ മോശ പറഞ്ഞു, ദൈവമേ, തുടങ്ങുന്നത് എങ്ങനാ? നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായി. പക്ഷെ താഴോട്ട് വരുമ്പോൾ 3-ാം വാക്യത്തിൽ പറയുന്നു, നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു, മനുഷ്യപുത്രന്മാരെ തിരികെ വരുവീൻ എന്ന് അരുളി ചെയ്യും. ഒടിയാ കർത്താവേ, ഇന്നുണ്ട് നാളെ ഇല്ല. പോകുമ്പോ ഒരു ഫോട്ടോ ഒക്കെ വെച്ച് ഒരു ദിവസം എല്ലാരും നമ്മളെ കുറിച്ച് കുറച്ച് നല്ലതൊക്കെ പറയും, പിന്നെന്തുവാ? ഹല്ലേലൂയ. കഴിഞ്ഞു, ഓവർ. ഒരർത്ഥത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ, മാനുഷികമായി ചിന്തിച്ചു കഴിഞ്ഞാൽ, അല്ലേ? 4-ാം വാക്യം, 1000 സംവത്സരം നിന്റെ ദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും ആമേൻ, രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രം ഇരിക്കുന്നു. ഹല്ലേലൂയ. ഇത് മറ്റ് അല്ലേ, രണ്ട് പത്രോസ് അങ്ങോട്ട് തിരിയണ്ട. നമ്മൾ പറയുന്ന ഒരു കാര്യമാണ്, നമ്മുടെ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം എന്താ, ഒരു ദിവസം 1000 വർഷങ്ങളും 1000 വർഷങ്ങൾ ഒരു ദിവസം പോലെ. ദൈവം ഒരു വാഗ്ദത്തം ചെയ്ത് കഴിഞ്ഞാൽ അത് നിലത്ത് വീഴാൻ ദൈവം അനുവദിക്കത്തില്ല. യേശുവിന്റെ വംശാവലി അതിലേക്കൊക്കെ പോകാൻ സമയം കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷേ നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, വാക്ക് മാറാത്തവനാണ്, തലമുറയോളം തന്റെ വിശ്വസ്തതയെ കാണിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നു. ദൈവമേ, ജസ്റ്റ് ഒന്ന് വായിക്കാം. 5 നീ അവരെ ഒഴുക്കിക്കളയുന്നു, അവരൊരു ഉറക്കം പോലെ അത്രേ ഉള്ളൂ. അവർ രാവിലെ മുളച്ചു വരുന്ന പുല്ല് പോലെയാകുന്നു. അതെ, ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ വർണ്ണനമാണ്. അത് രാവിലെ തഴച്ചു വളരുന്നു, അതെ, വൈകുന്നേരം അത് അരിഞ്ഞ് വാടിപ്പോകുന്നു. പോയി കഴിഞ്ഞു. ഒരു ദിവസം പോലെ ഉള്ളൂ. നമ്മൾ ഈ ഭൂമിയിൽ ജീവിച്ച് കഴിക്കുന്ന ഈ 90-100 വർഷങ്ങൾ നോക്കിക്കഴിയുമ്പോൾ രാവിലെ മുളച്ചു വന്നു, വൈകുന്നേരം പോയി കഴിഞ്ഞു എന്ന് പറയത്തക്കതുപോലെ മാത്രമേ അതിനകത്ത് കാര്യങ്ങളുള്ളൂ. മോശയ്ക്ക് അറിയാതെ താഴോട്ട്, ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്തിൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ അകൃത്യങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യ പാപങ്ങളെ നിന്റെ മുഖപ്രകാശത്തിലും വെച്ചിരിക്കുന്നു. 10-ാം വാക്യം, ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെയായാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപം പ്രയാസവും ദുഃഖവും അത്രയൊക്കെ ഉള്ളൂ. അത് വേഗം തീരുകയും. ഒരു വ്യക്തിയെ കുറിച്ച് മാത്രം പറഞ്ഞ് ഫുൾ സ്റ്റോപ്പ് ഇടാനാണെങ്കിൽ ഇത്രയുള്ളെന്ന്. ഹല്ലേലൂയ. If it is only about one person, അല്ലേ, നമ്മുടെ കാഴ്ചപ്പാടുകൾ ആ ഹ്യൂമൻ പെർസ്പെക്റ്റീവിൽ നിന്ന് നമ്മുടെ ദൈവത്തിന്റെ കാഴ്ചപ്പാടുകളിലേക്ക് നമുക്കൊന്ന് ഉയരാം. ഇത് താഴോട്ട് പറഞ്ഞു വരികയാണ്. 14-ാം വാക്യം, കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. അതെ, എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. അതെ, ഇതിനകത്ത് ഇങ്ങനെ ഒരു അർത്ഥമുണ്ട്. കർത്താവേ, ഈ ലാസ്റ്റ് വരെ അങ്ങ് യുദ്ധമായി പോവല്ലേ കർത്താവേ. ഹല്ലേലൂയ. Early, Lord, satisfy us with your loving kindness. കുറച്ചെങ്കിലും ഒക്കെ ദൈവമേ ഇതൊന്ന് ആസ്വദിച്ചു പോകുവാൻ, എന്റെ ജീവിതത്തിലുള്ള കാലതാമസങ്ങളുടെ പ്രക്രിയയെ ഒന്ന് അവസാനിപ്പിക്കണമേ. ഹല്ലേലൂയ. ചിലതൊക്കെ ദൈവം അനുവദിക്കുന്നതാ, ചിലതൊക്കെ എന്താ നമ്മുടെ സൈഡിൽ നിന്നുള്ള ചിലത് കാരണം. ഇസ്രായേൽ മക്കള്
എത്ര 11 ദിവസം അല്ലേ? കനാനി കയറാൻ എത്ര ദിവസം വേണമായിരുന്നു? 11 ദിവസം പോരായിരുന്നോ? പക്ഷേ അവര് ചുറ്റിക്കറങ്ങി എത്ര നാൾ കഴിഞ്ഞിട്ട് അങ്ങ് എത്തിയത്? അങ്ങനെയുള്ള ചില കാലതാമസങ്ങൾ വരരുതേ ദൈവമേ അധികാലത്ത്. ഇതൊരു പ്രാർത്ഥനയാക്കാം. ദൈവമേ, അതേ തലമുറകളുടെ ദൈവമാണെങ്കിലും ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിന്റെ നന്മയെ ഈ ഭൂമിയിൽ തന്നെ നീ അനുഭവിച്ച് സ്വസ്ഥത അനുഭവിച്ച് കടന്നു പോകണമെന്ന് ദൈവം പദ്ധതി ഇട്ടിരിക്കുക. ഹല്ലേലൂയ. കാലതാമസങ്ങൾക്ക് അറുതി വരുത്തുന്ന ദൈവത്തിനായിട്ട് സ്തോത്രം. Satisfy us early, Lord. എനിക്ക് ലാസ്റ്റ് വരെ അങ്ങനെ യുദ്ധം ചെയ്യണ്ട. ഹല്ലേലൂയ, ഹല്ലേലൂയ, ആമേൻ. അങ്ങനെ ഒരു അർത്ഥവും അതിനകത്തുണ്ട്. സാറ്റിസ്ഫൈ us in the morning. ചില ട്രാൻസ്ലേഷൻസ് പറയുന്നത് കാരണം രാവിലെ മുളച്ച് വൈകുന്നേരം പോകും. അപ്പൊ അതുകൊണ്ട് ഈ യുദ്ധം ചെയ്ത് കരഞ്ഞും വിലപിച്ചും ഈ സ്വസ്ഥതയില്ലായ്മയിലും അങ്ങ് രാത്രിയായി പോയാലോ? ഇന്ത്യയിലുള്ള നമ്മളൊക്കെ ഈ ലേറ്റായിട്ട് വണ്ടി ഓടുന്നത് നമുക്കെല്ലാം ഭയങ്കര പരിചയമാണ്. എന്നോട് ദൈവം ഏകദേശം 4-5 വർഷങ്ങൾക്ക് മുൻപേ ശക്തമായി ഇടപെട്ട ഒരു ദൂതായിരുന്നു അത്. ബ്രേക്കിംഗ് ദ യോക്ക് ഓഫ് ഡിലേ. വേറെ ആർക്കും വേണ്ടി ഒത്തിരി പ്രാർത്ഥിച്ചോന്ന് എനിക്കറിയത്തില്ല. ഞാൻ എൻ്റെ തലയെ കൈവച്ചങ്ങോട്ട് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പൊട്ടട്ടെ കർത്താവേ, സാറ്റിസ്ഫൈ മീ ഏർലി. ഈ ട്രെയിനൊക്കെ ട്രെയിൻ സമയത്ത് വരുമ്പം അതിശയിക്കുന്നവരുണ്ടോ? നമ്മളിത് സ്ഥിരം ലേറ്റ് ആയിരിക്കും എന്ന് വിചാരിച്ച് ചിലപ്പോൾ പതുക്കെ ചെല്ലുമ്പോൾ ദേ വന്നു പോയി കഴിഞ്ഞു. നമുക്ക് അത്ഭുതമേ. ഒരു സ്ഥലത്ത് ഒരു ട്രെയിന് വന്നു, കറക്റ്റ് 11 വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും മാലയിട്ട് സ്വീകരിക്കുന്നു. അപ്പൊ പറഞ്ഞപ്പോ എന്താ, ഇന്നലെ 11 മണിക്ക് വരേണ്ടതായിരുന്നു. കറക്റ്റ്ലി റണ്ണിങ് 24 hours ലേറ്റ്. നമുക്കതൊക്കെ പരിചയമാണ്. ഇനി വല്ലൊരു സമയത്ത് എന്തെങ്കിലും ചെയ്യുമ്പോഴാണ് നമുക്കത് പലപ്പോഴും ഒരു ആശ്ചര്യം, അത്ഭുതം. ഓ, അങ്ങനെയാണോ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉണ്ടൊരു പ്രക്രിയയുണ്ട്. വാഗ്ദത്തത്തിലേക്ക് പ്രവേശിക്കാൻ ഒരു പ്രക്രിയയുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. മോശയെ നടത്തേണ്ടി വന്നില്ലേ 40 വർഷം മരുഭൂമിയിൽ? എന്തുകൊണ്ടാ? ഉള്ള മിടുക്കൊക്കെ ഒന്ന് ഒടയുന്നിടം വരെ ദൈവം നടത്തും. അനുസരണക്കേട് ഒടയുന്നിടം വരെ ദൈവം നടത്തും. ദൈവം വലിയ ശുശ്രൂഷ ഏൽപ്പിക്കാനായിട്ട് പോകുകയാ. ഒരു ജഡവും തൻ്റെ മുൻപിൽ മഹത്വം എടുക്കുവാൻ ദൈവം അനുവദിക്കത്തില്ല. അപ്പൊ ചിലപ്പോ ഒടയ്ക്കും, എന്താ ചതയ്ക്കും. നമ്മളെ കുറിച്ച് നമ്മൾ സങ്കല്പിക്കാത്തത് ആൾക്കാർ പറഞ്ഞ് നമ്മളെ നാറ്റിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിനെ നീ എങ്ങനെ കൈകാര്യം ചെയ്തു എന്നുള്ളതിന് അവിടെ മാർക്കുണ്ട്. ആമേൻ, ആമേൻ. മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിച്ച് കാണിച്ചതല്ല, നിന്റെ രഹസ്യ സ്ഥലങ്ങളിലും നിന്റെ ഹൃദയത്തിന്റെ അറകൾക്കകത്തും. ഹല്ലേലൂയ. കാരാഗൃഹത്തിൽ കിടന്ന യോസേഫിന് കാലതാമസം വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. He went through the pit and the prison before he entered the palace. എന്നാൽ ഹല്ലേലൂയ, തന്റെ ഹൃദയത്തിന്റെ മനോഭാവം കാലതാമസങ്ങളില്ലാതെ തന്റെ ജീവിതത്തെ കൃത്യമായി മുന്നേറുവാൻ ഇടയാക്കി. ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് കാരാഗൃഹത്തിനകത്ത് കിടക്കുക. അന്നേരം ആരാ വേറെ ഒരുത്തൻ്റെ മുഖത്ത് നോക്കിയിട്ട് നിനക്ക് എന്തേലും സങ്കടം ഉണ്ടോ എന്ന് ചോദിക്കുന്നേ? നമ്മളാണ് ചെയ്യുമോ? നമ്മുടെ ഡിപ്രഷൻ മാറിയിട്ട് വേണ്ടേ വേറൊരുത്തൻ്റെ മുഖത്ത് നോക്കാൻ? വേണ്ടേ? അതാ ഒരു ജയാളിയുടെ മനോഭാവം. എനിക്കെങ്ങനെയെങ്കിലും ആ രാജധാനിയിൽ കയറി, അവിടെ കൊട്ടാരത്തിൽ കയറി ആ കസേരയുടെ പുറത്ത് ഇരിക്കാനല്ല, തലമുറകളുടെ വിഷയത്തിന് വേണ്ടിയുള്ള യുദ്ധത്തിനകത്താ നീ ഉണ്ടായിരിക്കുന്നത്. ഹല്ലേലൂയ, ഗ്ലോറി ടു ഗോഡ്. ഒരു രാജ്യത്തിന് വേണ്ടി നീ ഉത്തരമായി മാറുകയാ. ഇതൊരു ചെറിയ വിഷയമല്ല. അയ്യോ കണ്ടോ, എൻ്റെ സഹോദരങ്ങൾ എന്നെ തള്ളിയിട്ടു,
നമ്മളാണ് എത്ര നാൾ അതിനകത്ത് കിടക്കും. കാരാഗ്രഹത്തിൽ നിന്നും കുഴിയിൽ നിന്നും ഇറങ്ങിയാലും കുഴിയും കാരാഗ്രഹവും നമ്മുടെ ഉള്ളിൽ നിന്ന് ഇറങ്ങുമോ? ഇറങ്ങുമോ? നമ്മളത് സാക്ഷ്യമായിട്ടും പാട്ടായിട്ടും പ്രബോധനമായിട്ടും പ്രസംഗമായിട്ടും എത്ര അടുത്ത് പറയും. കുഴി കഴിഞ്ഞു എന്ന് പറഞ്ഞ് ദൈവം മാർക്കിട്ടെന്ന് പറഞ്ഞാൽ നമ്മളത് പറഞ്ഞുകൊണ്ടിരിക്കും അടുത്ത കുറെ കാലം. ഹല്ലേലൂയ. ഇന്ന് ചിലരോടുള്ള ദൂത, ദൈവം നിന്റെ ജീവിതത്തിന്റെ അവസ്ഥകളെ മാറ്റുകയാ. പഴയതിലേക്ക് നീ തിരിഞ്ഞു നോക്കരുത്. തലപ്പയ്ക്ക് കൈവച്ചിട്ട് പുറകോട്ട് തിരിഞ്ഞു നോക്കുന്നവൻ ദൈവരാജ്യത്തിന് കൊള്ളത്തില്ല. No. Move on steadily into the new things that God is doing in your life. Hallelujah. Thank you, Jesus. നീ തീയിലൂടെ കടന്നു വന്നാലും തീയുടെ മണമില്ലാത്തവനായി നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. വെള്ളത്തിലൂടെ കടന്നാലും നിന്റെ തലയ്ക്ക് മീതെ കവിഞ്ഞു പോകുവാൻ അനുവദിക്കാത്ത ഒരു ദൈവം നിന്റെ കൂടെയുണ്ട്. പ്രൈസ് ഗോഡ്. മോശയുടെ പ്രാർത്ഥന അധികാലത്ത് അതൊരു പ്രാർത്ഥനയാകട്ടോ, അതൊരു പ്രസംഗമാണ്. അധികാലത്ത് രാത്രി വരെ വൈകണ്ട കർത്താവേ, ഞാൻ നന്നായി യുദ്ധം ചെയ്തോളാം കർത്താവേ, ഞാൻ എപ്പോഴും സ്തുതിച്ചോളാം. ആമേൻ. ഞാൻ എപ്പോഴും നന്ദി പറഞ്ഞോളാം. ഞാൻ കുരിശെടുത്തോളാം. ഞാൻ മരിച്ചോളാം. ഞാനെന്ന മനോഭാവം വിട്ടുകൊടുക്കാം. ഹല്ലേലൂയ. പക്ഷെ അധികാലത്ത് കർത്താവേ വേറെ ഒന്നുമല്ല ചോദിക്കുന്നത്, നിന്റെ നന്മയൊന്ന് കണ്ട് സന്തോഷിക്കാൻ ഇടയാക്കണമേ. ഹല്ലേലൂയ. അബ്രഹാമിനും സാറായിക്കും അല്ലേ 100-90 വയസ്സൊക്കെ ഉള്ളപ്പോൾ വെച്ചിരിക്കുന്ന ചിരികളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിൽ വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അബ്രഹാമിനെ കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല, അത് ലേറ്റായി പോയോ സമയത്തായിരുന്നോ എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഹല്ലേലൂയ, നമ്മളൊന്ന് റെഡിയാകുമ്പോൾ വാഗ്ദത്തം അനുസരിച്ച് നമ്മെ അനുഗ്രഹിച്ച് നമ്മെ സന്തോഷിപ്പിക്കുന്ന ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. മോശ പ്രാർത്ഥിച്ചു, ദൈവമേ അധികാലത്ത്. അതൊരു പ്രാർത്ഥനയാകട്ടോ, കാലത്ത് തന്നെ. ഏതെങ്കിലും ട്രാൻസ്ലേഷൻ അങ്ങനെ ഇംഗ്ലീഷിലുണ്ടോ? ഏർലി ലോർഡ് സാറ്റിസ്ഫൈ മീ ഏർലി വിത്ത് യുവർ ലവിങ് കൈൻഡ്നസ്. 14 എന്നാൽ കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണം. എന്നാൽ ഞങ്ങളുടെ ആയുഷ്കാലമൊക്കെയും ഞങ്ങൾ ഘോഷിച്ച് ആനന്ദിക്കും. ഞങ്ങൾ ആനന്ദിക്കും. നമ്മൾ കാണാതെ സന്തോഷിക്കുന്നവരാണ്. ഒന്നുമില്ലേലും നമ്മൾ സ്തുതിക്കുന്നവരാണ്, സന്തോഷിക്കുന്നവരാണ്, ആരാധിക്കുന്നവരാണ്. പക്ഷെ കണ്ട് സന്തോഷിക്കാനും ഒരു വകുപ്പുണ്ട്. തൃപ്തിയാകാൻ ഒരു വകുപ്പ് ദൈവരാജ്യത്തിനകത്തുണ്ട്. എന്നും യുദ്ധമല്ല, എന്നും പോരാട്ടമല്ല. ഹല്ലേലൂയ. അധികാലത്ത് തന്നെ കർത്താവേ. ആമേൻ. താഴോട്ട്. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്കും ഞങ്ങൾ അനർത്ഥ അനുഭവിച്ച സംവത്സരങ്ങൾക്കും തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണം. അതൊരു പ്രാർത്ഥനയാ. ആമേൻ. വിശ്വാസത്താലൊക്കെ സന്തോഷിച്ച സമയങ്ങളുണ്ട്. പക്ഷെ കർത്താവേ, നീ എന്ത് ചെയ്യണം? നിന്റെ നന്മയൊന്ന് കണ്ട് അനുഭവിച്ച് എന്നെ ഒന്ന് സന്തോഷിപ്പിക്കണം. ഇത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്ന കാര്യത്തിലേക്കായിരുന്നു ശരിക്കും വരേണ്ടുന്നത്. വായിക്കാമോ? നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വവും വെളിപ്പെടുമാറാകട്ടെ. അപ്പോ ഈ ഒരു സങ്കീർത്തനത്തിനകത്ത് ഇടയ്ക്ക് 12-ാം വാക്യം, അത് നമ്മള് അത് കഴിഞ്ഞാ വായിച്ചത്. 12-ൽ പറയുന്നുണ്ട് എന്തുവാ? ഞങ്ങൾ ജ്ഞാനമുള്ള ഒരു ഹൃദയം പ്രാപിക്കത്തക്കവണ്ണം അതെ ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഞങ്ങളെ പ്രാർത്ഥിച്ച ഈ ഓരോ പ്രാർത്ഥനയും നമുക്ക് നമ്മുടെ പ്രാർത്ഥനയാക്കാം. കർത്താവേ, ദിവസങ്ങൾ ഇങ്ങനെ കഴിഞ്ഞു. ഒരു ദിവസം പാസ്റ്റർ ഞാനും കൂടി ഇങ്ങനെ ഇരുന്ന് എണ്ണിയപ്പം അല്ല, നമ്മളിപ്പോ ഒരു ഇത്ര നാള് വരെ എന്ന് പറഞ്ഞത് ദിവസങ്ങളാക്കി എണ്ണിയപ്പം അധികം ഇല്ല. നമ്മളേതാ സദാകാലത്തേക്ക് ഇവിടങ്ങ് ടെൻ്റടിച്ച് ഇവിടങ്ങ് ഇരിക്കാനാണെന്നൊന്നും നമ്മളാരും വിചാരിക്കണ്ട. ഒത്തിരി ഉണ്ടെന്നാ നമ്മൾ വിചാരിക്കുന്നേ. 365 ദിവസവും അതൊക്കെ വെച്ച് മൾട്ടിപ്ലൈ ചെയ്തേ. ബർത്ത്ഡേ വരുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടെങ്കിലും അല്പം ദുഃഖവും നല്ലതാ.
നാള് കഴിഞ്ഞു പോവല്ലേ. Yes. ഹല്ലേലൂയ, Hallelujah. ഹല്ലേലൂയ. Hallelujah. അപ്പോ ജ്ഞാനം തരണം കർത്താവേ. എന്ത് ചെയ്യണം? അങ്ങയുടെ ഹിതത്തിലൊന്ന് നടക്കാൻ. Amen. ആമേൻ. Amen. അല്ലേ, നമ്മുടെ നാട്ടിലെ കൾച്ചർ അനുസരിച്ച് നമ്മുടെ അച്ചായന്മാരും അമ്മാമ്മമാരും ഒക്കെ നടക്കുന്ന രംഗം കണ്ടിട്ടുണ്ടോ? അച്ചായൻ എവിടെ ആയിരിക്കും? ഫ്രണ്ടിലായിരിക്കും. അമ്മാമ്മ എവിടെയായിരിക്കും? ആ, പുറകിലായിരിക്കും. അങ്ങനെ നടക്കാനാണോ ദൈവം വിളിച്ചേക്കുന്നേ? ആരും എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഞാൻ അങ്ങ് പറഞ്ഞപ്പോൾ അങ്ങ് ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാ. അല്ല, നമ്മൾ ദൈവത്തോട് നടക്കുന്ന ചിലപ്പോൾ അങ്ങനെയാന്ന് പറയാൻ പറഞ്ഞതാ. ഒരുമിച്ച് നടക്കണ്ടേ? കൈ പിടിച്ച് നടക്കണ്ടേ? ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒത്തിരി സഹോദരിമാർ എന്നോട് പറയാറുണ്ട്, ഭർത്താവ് ഒന്ന് കൈയൊക്കെ പിടിക്കുന്ന ഒരു സന്തോഷമല്ലേ, അവർക്കത് നാണം കേടാ. മലയാളി ആയോണ്ടാ. ഹല്ലേലൂയ, ആമേൻ. ദൈവത്തോട് എങ്ങനെ? ദൈവം മുമ്പേ എവിടെയോ പോയി, നമ്മളിങ്ങനെ ഇങ്ങനെ സ്ലോ മോഷനിൽ അങ്ങനെ ഭാര്യയും ഭർത്താവും ഇനി എങ്ങനെയാട്ടെ. അറ്റ്ലീസ്റ്റ് ദൈവത്തോട് നമ്മൾ അങ്ങനെ മുമ്പും പുറകുമായിട്ട് നടക്കാനാണോ? ചിലര് ഓവർടേക്ക് ചെയ്യും. ദൈവം സഞ്ചരിക്കുന്നേ ഉള്ളൂ, ഞങ്ങൾ ഫ്രണ്ടിൽ പോയി. ഉത്സാഹത്തിന്റെ ആധിക്യം കാരണം അതുകൊണ്ട് കുറെ പേര് നമ്മൾ ദൈവത്തോട് ചേർന്ന് നടക്കാൻ വിളിക്കപ്പെട്ടവരാണ്. ജ്ഞാനത്തിന്റെ ഒരു ഹൃദയം തരണമേ. അപ്പോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്ര താൽക്കാലികമാണ് എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട്, ഇത്രയേ ഉള്ളല്ലോ കർത്താവേ, എന്നാലും അങ്ങ് തലമുറകളുടെ ദൈവമാണല്ലോ, ജ്ഞാനത്തിന്റെ ഒരു ഹൃദയം ഞങ്ങൾക്ക് തരണമേ. അധികാലത്തെ അദ്ദേഹത്തിന് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. അധികാലത്ത് തന്നെ സന്തോഷിപ്പിക്കണേ കർത്താവേ. ഇതങ്ങ് ലൈറ്റ് ഓഫായി, ഞാനങ്ങ് പോയി, ഒന്നും കണ്ടുമില്ല, അങ്ങനെ ഒരു അവസ്ഥ വരരുതേ കർത്താവേ. അങ്ങക്ക് അങ്ങനെ അല്ലല്ലോ. ജീവനുള്ളവരുടെ ദേശത്ത് എന്നെ ആക്കി വെച്ചിരിക്കുമ്പോൾ കർത്താവിൻ്റെ പദ്ധതി അങ്ങനല്ലല്ലോ. അതിനുവേണ്ടി പ്രാർത്ഥിച്ചു തുടങ്ങാം, പ്രവർത്തിച്ചു തുടങ്ങാം. ഹല്ലേലൂയ. ഹൃദയങ്ങൾ തുറക്കാം, ദൈവത്തിന് എന്തുവാ പറയാനുള്ളത് കേൾക്കാം, ഏറ്റെടുക്കാം. അത് കഴിഞ്ഞിട്ടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ ഒരു പ്രധാനപ്പെട്ട വിഷയമായി. മോശയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, ഞങ്ങൾ രാവിലെ മുളച്ചു വൈകിട്ട് പോകും, പക്ഷെ നിലനിൽക്കുന്ന ഒന്നുണ്ട്, നിന്റെ കൈകളുടെ പ്രവർത്തികൾ. നീ പോയാലും ജീവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്നിൽ നിന്ന് പുറപ്പെട്ടു വന്ന ചിലത്, ആമേൻ, തലമുറകൾക്ക് വിട്ടിട്ട് പോകാനുള്ള ചിലത്. അതുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിച്ചത്, കർത്താവേ, ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ, സാധ്യമാക്കി തരണമേ. എസ്റ്റാബ്ലിഷ്, എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനൊന്നും നമുക്ക് അങ്ങനെ പ്രാർത്ഥിക്കാനൊന്നും പദ്ധതിയൊന്നും ഇല്ല. കാരണം ഞാൻ ഇങ്ങനെ വന്നു പിന്നെ പോകണം. എന്നെ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ടുള്ള പദ്ധതിയൊന്നും ഇല്ല. പക്ഷേ എൻ്റെ കൈകളുടെ പ്രവൃത്തികളെ Lord establish it forever. Amen. നിത്യത വരെ നിലനിൽക്കുന്ന ചിലത് എൻ്റെ ജീവിതത്തിനകത്തുനിന്ന് പുറപ്പെട്ടു വരുവാൻ ദൈവം ഇടയാക്കണമേ. ഹല്ലേലൂയ. തലമുറകളെ കുറിച്ചുള്ള കാഴ്ചപ്പാട് ഉള്ളവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്. എനിക്ക് അനുഭവിക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്തിനാ? ഞാൻ കുഴി പോകുമ്പോൾ ഇതെല്ലാം എൻ്റെ കൂടെ കുഴി പോകും എന്ന് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് നോട്ട് ഇനഫ് മോട്ടിവേഷൻ ഫോർ യു ടു ഗോ ത്രൂ സം ബാറ്റിൽസ് ഇൻ ലൈഫ്. ഹല്ലേലൂയ. ബട്ട് അവർ ഗോഡ് തിങ്സ് ജനറേഷണലി. ഹല്ലേലൂയ. അബ്രഹാമിൻ്റെയും ഇസഹാക്കിൻ്റെയും യാക്കോബിൻ്റെയും ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ഇഷ്ടപ്പെടുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. ആ ഭാഗത്തോട്ട് പോയാൽ എനിക്ക് സമയം കിട്ടുകയില്ല. പക്ഷെ ഉണ്ട് അല്ലേ, പുറപ്പാട് 3:6-15 ജസ്റ്റ് ഒന്ന് തൊട്ടൊന്ന് പോകാം നമുക്ക്. അകൃത്യങ്ങളെ 3, 4 ഇത് പഴയ നിയമം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമാണ്. ഇത് ദൈവത്തിൻ്റെ ഒരു മനുഷ്യനെ വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിത്താണല്ലോ തലമുറയിലേക്ക് സഞ്ചരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അത് ആ വ്യക്തിയോടല്ല, അബ്രഹാമിനോട്
ചെയ്തിരിക്കുന്ന ഉടമ്പടി മുഖാന്തരം, വാഗ്ദത്തം മുഖാന്തരം അതിനെ കാത്തു പരിപാലിച്ച് തലമുറകളിലൂടെ അത് വെളിപ്പെടുത്തുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതൊന്ന് വായിക്കാം അങ്കിൾ. എക്സോഡസ് 3:6-15. ഞാൻ അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവവും യാക്കോബിന്റെ ദൈവവുമായി നിന്റെ പിതാവിന്റെ ദൈവം ആകുന്നു എന്നും അവൻ അരുളി ചെയ്യുന്നു. ദൈവം തന്നെ പറയുക. ദൈവത്തിന് ഒത്തിരി പേരുകളുണ്ടല്ലോ, അതിനകത്തെ ഒരു പേരായിട്ട് ദൈവം പറഞ്ഞതാ, ഹല്ലേലൂയ, I am the God of Abraham, Isaac and Jacob. ആമേൻ. ആവർത്തന പുസ്തകം 7:5-9 ഒന്ന് വായിക്കാം. ഞാനത് തൊട്ടങ്ങ് പോവുക. 5:9 ഡ്യൂട്രോണോമി 5:9. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായി യഹോവ എന്ന ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും. അതെ, ദൈവത്തെ അനുസരിക്കുകയും ദൈവത്തിന്റെ വഴികളിൽ നടന്നു കഴിഞ്ഞാൽ ദൈവം 1000 തലമുറകൾ, അല്ലേ, അത് മുമ്പോട്ട് വരുന്നുണ്ട്. 7-ന്റെ ഈ ആവർത്തനം തന്നെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ. 7:9 പറയുന്നത് എന്തുവാ? അവനെ സ്നേഹിച്ച് അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ, തലമുറകളോളം. ഇവിടെ തന്നെ ഉണ്ട് 9 and 10. Yeah, look at that. The iniquity of the fathers. അത് പാസ്റ്ററിന്റെ ഒരു ടോപ്പിക്കാണ്, ജനറേഷണൽ കേഴ്സസും എന്നൊക്കെയുള്ള കാര്യങ്ങൾ. 3-4 തലമുറകൾ വരെ. പക്ഷെ അതൊരു എക്സ്ക്യൂസ് അല്ല. എൻ്റെ അപ്പനും അപ്പൻ്റെ അപ്പനും ഇങ്ങനെയൊക്കെ ചെയ്തുകൊണ്ട് ഞാനിങ്ങനെ ആയി എന്ന് പറഞ്ഞിരിക്കാനൊന്നുമല്ല. യെരമ്യാവിലെ ഒരു വചനം അറിയാമല്ലോ, 31. അപ്പൻ the grape, yeah, the grape that verse ഞാൻ ഒത്തിരി പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് അതിപ്പോൾ പറയുന്നില്ല. പക്ഷെ ആൻറ്റി പറഞ്ഞ എന്തുവാ? അപ്പന്മാര് പച്ചമുന്തിരിങ്ങ നിന്റെ പൊല്ല് പുളിക്കത്തില്ലെന്ന്. ഹല്ലേലൂയ. അതൊരു പുതിയ നിയമത്തിന്റെ ഒരു കാര്യമാണ് പറഞ്ഞത്. അപ്പന്മാര് പച്ചമുന്തിരിങ്ങ തിന്നാല് അത് ഇന്ന് നിന്റെ വായിൽ അത് പുളിക്കത്തില്ല. ജെറമയ 31 ഒരു വേഴ്സാണത്. അപ്പൊ അപ്പനും ഇങ്ങനെ ആയിരുന്നു, അതിന്റെ അപ്പൻ ഇങ്ങനെ ആയിരുന്നത് കൊണ്ട് ഞാനിങ്ങനെ ആയിപ്പോയി എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും കുത്തിപ്പിടിച്ചിരിക്കാനൊന്നും നമുക്കൊരു പ്രമാണവുമില്ല. ക്രിസ്തുവേശു നിമിത്തം ഹല്ലേലൂയ നമ്മളെ പുതിയ സൃഷ്ടികളാക്കിയിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ ഇൻഹെറിറ്റൻസ് ലൈൻ തന്നെ ചേഞ്ച് ചെയ്ത് വിട്ടിരിക്കുക. ആ ശാപങ്ങളെല്ലാം മുറിച്ച്. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. പുതിയ നിയമത്തിൽ കയറി രക്ഷിക്കപ്പെട്ടത് കൊണ്ട് അതെല്ലാം ഓട്ടോമാറ്റിക്കലി എൻ്റെ ജീവിതത്തിൽ നിന്ന് പോയി എന്നൊന്നും നമുക്ക് പറയാൻ പറ്റുകയില്ല. പാസ്റ്റർ അത് ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പഠിപ്പിക്കുകയും അങ്ങനെയുള്ള ശുശ്രൂഷകൾ ഇവിടെ നടക്കുകയും ചെയ്യുന്നു. ഒത്തിരി ബിഹേവിയർ ട്രെയ്റ്റ്സും ശാപങ്ങളും അഡിക്ഷൻസും രീതികളും രോഗങ്ങളും ഒക്കെ ഇങ്ങനെ ഉള്ള ലൈനിനകത്ത് കയറി വരും. പക്ഷെ അതിനകത്തുനിന്നെല്ലാം വിടുതൽ പ്രാപിക്കുവാനായിട്ട് നമുക്ക് കഴിയും. പക്ഷെ അതിൻ്റെ തൊട്ട് താഴെ പറയുന്നുണ്ട്, നീ വിശ്വസ്തത ആചരിച്ചു കഴിഞ്ഞാൽ 1000 തലമുറകളെ അനുഗ്രഹിക്കുവാനും ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. ഞാൻ പെട്ടെന്ന് അങ്ങ് ചാടുകയാണ്. നമുക്ക് മത്തായി സുവിശേഷത്തിലേക്ക് വരാം. മത്തായിയുടെ സുവിശേഷം നോർത്ത് നോക്കിയേ, 1-ാമത്തെ സുവിശേഷമാണ്. പുതിയ നിയമത്തിന്റെ ആരംഭമായി. ഇത് എന്ത് വെച്ചാ തുടങ്ങുന്നത്? എന്ത് വെച്ചിട്ടാ തുടങ്ങുന്നത്? അബ്രഹാമിന്റെ പുത്രൻ. നമ്മളൊരു പുസ്തകം എഴുതുവാണെങ്കിൽ ഇതിനകത്തെ പേരെല്ലാം നമുക്ക് വായിക്കൊള്ളത്ത് പോലും ഇല്ല, അല്ലേ? അതുപോലുള്ള പേരുകളാ. ഇതൊത്തിരി പഠിക്കാനുള്ള ഒരു വിഷയമാണ്. പക്ഷെ ദൈവം അബ്രഹാമിനോട് ചെയ്ത വാഗ്ദത്തത്തിന്റെ നിവർത്തിയാണ് യേശുവിൽ നമ്മൾ കാണുന്നത്. ഒരു 2000 വർഷത്തെ ചരിത്രത്തിന്റെ ആകത്തുകയായി ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. ഹല്ലേലൂയ. അത് ഫസ്റ്റും 1:17 ഒന്ന് വായിക്കാം നമുക്ക്. അബ്രഹാമിന്റെ പുത്രനായ ദാവീദിന്റെ പുത്രനായ. ഒന്ന് ആലോചിച്ച് നോക്കിയേ, പഴയ നിയമത്തിൽ തുടങ്ങിയതാ. എന്ന് തുടങ്ങിയതാ ഇത് നമ്മുടെ ദൈവത്തിന്റെ വിശ്വസ്തത. ദൈവം ഒരു വാഗ്ദത്തം തന്നു കഴിഞ്ഞാൽ എത്രയോ തലമുറകൾ വന്നുപോയി, എത്രയോ വിഷയങ്ങൾ ഇതിന്റെ ഇടയ്ക്ക് സംഭവിച്ചു. പക്ഷെ നമ്മുടെ ദൈവമോ, our God, he is not a man that he should lie. Hallelujah. Thank you. He is not a God who will repent of what he did.
ഒരു കാര്യം ചെയ്തിട്ട് ഇത് ഇങ്ങനെ അല്ലായിരുന്നു ചെയ്യേണ്ടുന്നതെന്ന് പറഞ്ഞ് മാറ്റി പറയുന്ന ഒരു ദൈവം അല്ല നമ്മുടെ ദൈവം. ഹല്ലേലൂയ. Understand this difference between man and God. നമ്മൾ അങ്ങനൊക്കെ ചെയ്യുന്നവരാ, നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരും ചെയ്യുന്നതാ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്ന ദൈവം അങ്ങനെ ആയിരിക്കുന്ന ഒരിക്കലുമല്ല. അബ്രഹാമിൽ തുടങ്ങി 17-ാം വാക്യം, ഇങ്ങനെ തലമുറകൾ ആകെ അബ്രഹാം മുതൽ ദാവീദ് വരെ 14, ദാവീദ് മുതൽ ബാബേൽ പ്രവാസത്തോളം 14, ബാബേൽ പ്രവാസം മുതൽ ക്രിസ്തുവിനോളം 14. ഹല്ലേലൂയ. 42 തലമുറകളുടെ ഒരു ചരിത്രം, 2000 വർഷങ്ങൾ നീണ്ടു നിൽക്കുന്ന ദൈവത്തിന്റെ വിശ്വസ്തതയുടെ ഒരു ചരിത്രമാണ് നമ്മളിവിടെ കാണുന്നത്. ആമേൻ, ആമേൻ. യേശുവിനെ നിന്നിലൂടെ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന് പറയുമ്പോൾ ഒരു സുവിശേഷ ഘോഷണമാണ്. മശിഹ നിന്നിലൂടെ വരും. ആമേൻ. This genealogy is ending with Jesus. Hallelujah. Hallelujah. ഞാൻ പെട്ടെന്ന് മറ്റൊരാശയത്തിലേക്ക് അങ്ങ് ജമ്പ് ചെയ്ത് അതുകൊണ്ട് അങ്ങ് നിർത്താം നമുക്ക്. ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു ദിവസം പാസ്റ്റർ ഇവിടെ പ്രസംഗിച്ചപ്പോൾ ഏലിയാവിനെയും ഏലീശനെയും കുറിച്ച് പറഞ്ഞു. അപ്പം ഞാൻ ഈ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. 2 രാജാക്കന്മാർ 19-ാം അധ്യായം. നമുക്കറിയാം അവർ തമ്മിൽ അക്ഷരീകമായി അപ്പനും മകൻ്റെയും ഒരു ബന്ധമായിരുന്നില്ല, ഏലിയാവും ഏലീശയും തമ്മിൽ. പക്ഷെ മനോഹരമായ ശുശ്രൂഷകളുടെ കൈമാറ്റങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രത്യേക ഒരു കാഴ്ചയാണ് അവരുടെ ബന്ധത്തിനകത്ത് നമ്മൾ കാണുന്നത്. 19 അല്ല 2 രാജാക്കന്മാർ, where is that? 2 Kings 2, 2 രാജാക്കന്മാർ 2. അവിടെ താഴോട്ട് നമ്മൾ വായിച്ചു വരുമ്പോൾ കാണുന്ന ഒരു ഭാഗം, 2-ാം അധ്യായത്തിൽ ഏലിയാവ് പോകാൻ സമയമായി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെ മുളയ്ക്കും, വൈകുന്നേരം, അത്രേ ഉള്ളൂ ഒരു മനുഷ്യനെ നോക്കിയാൽ. ഹല്ലേലൂയ. പക്ഷെ ദൈവം പകരുന്ന ആത്മാവ്, ദൈവത്തിൽ നിന്നുള്ള വിത്ത്, അത് നഷ്ടപ്പെടാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനെ ഭയങ്കരമായി സ്പർശിച്ചു. ഇത് നോക്കിക്കേ, അത് മുഴുവൻ വായിക്കേണ്ട ഒത്തിരി സമയം പോകും. ഈ ഏലീശ എന്ന് പറയുന്ന ഒരു പാർട്ടി പിന്തുടരുകയാണ്. ആരെയാണ്? ഏലിയാവിനെ കൃത്യമായിട്ട് പിന്തുടരുകയാണ്. പിന്തുടർന്ന് ഈ ഭാഗമൊക്കെ നമ്മൾ വായിച്ചതാണ്. അങ്ങനെ ഇരിക്കെ 8-ാം വാക്യം, പല സ്ഥലങ്ങളിലെ ഗിൽഗാൽ, ബേഥേൽ, ജെറീക്കോ, ജോർഡൻ. ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു വലിയ സന്ദേശമാണ്. ഈ ഓരോ സ്ഥലത്തിൻ്റെ പേരും അതിൻ്റെ പ്രത്യേകതകളും നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ അനുഭവങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് പഠിക്കാൻ നല്ലൊരു മെസ്സേജാണ് അത്. പക്ഷേ ഇവിടെ എല്ലാം നീ എന്ന ഇവിടെ നിൽക്കു കുഞ്ഞേ എന്ന് പറയുമ്പോൾ പുള്ളി പറയില്ല, നോ, ഐ എം കമ്മിങ് വിത്ത് യു, ഐ എം കമ്മിങ് വിത്ത് യു. കുറെ പേര് മാറി നിന്ന് പറയുന്നുണ്ട്, നീ ഇങ്ങനെ കൂടിയിട്ട് നിനക്ക് എന്തോ പ്രയോജനം അല്ലേ? അവസാനം പറഞ്ഞു, എന്തുവാ നീ, ഇയാള് പോവുക, എടുക്കപ്പെടാൻ പോവുക. എന്തിനാ ഇങ്ങനെ പുറകെ കൂടിയിരിക്കുന്നത്? ഇന്ന് അതൊരു ആത്മാവാകട്ടോ, നമ്മെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ഒരു വേൾഡ്ലി സ്പിരിറ്റ് ആണ്. വാട്ട് വിൽ യു ഗെറ്റ്? സഭകളിലൊക്കെ ശുശ്രൂഷകളിലൊക്കെ വ്യാപരിക്കുന്ന ഒരു ദുരാത്മാവാണ്, ബന്ധങ്ങളെ നശിപ്പിക്കുന്ന ഒരു ദുരാത്മ ചിന്തയാണ്. ഹല്ലേലൂയ. ഒരു പ്രവാചക കൂട്ടം മാറി നിന്ന് ഇയാളുടെ പുറകെ ഇങ്ങനെ നടന്നിട്ട് എന്തോ കിട്ടും, നിനക്കെന്ത് കിട്ടും? വല്ലതും കിട്ടിയാലല്ലേ പുറകെ നടന്നിട്ട് പ്രയോജനമുള്ളൂ. ഹല്ലേലൂയ. അപ്പൊ ഇതിന്റെ രസകരമായ കാര്യം എന്തുവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏലീശ, ഈ കഥ നമുക്കിപ്പോൾ അറിയാം, അന്ന് ഏലീശയ്ക്ക് അറിയാമോ? ഹല്ലേലൂയ. എന്തുവാ സംഭവിക്കാൻ പോകുന്നതെന്ന് അറിയാമോ? ഏലിയാവ് തന്നോട് എന്ത് ക്വസ്റ്റ്യനാ ഇങ്ങോട്ട് ചോദിക്കാൻ പോകുന്നതെന്ന് അറിയാമോ?
ഇന്നൊരു പക്ഷേ ഏലീശയുടെ കൂട്ട് പിന്തുടരുന്നവർ ഇത് ചിന്തിച്ചോണ്ട് എപ്പോഴായിരിക്കും ഏലിയാവ് ചോദിച്ചതുപോലെ പാസ്റ്റർ എന്നോട് എപ്പോഴായിരിക്കും ചോദിക്കുന്നേ, മോനെ നിനക്ക് എന്ത് വേണം? അപ്പം ഞാൻ പറയും എനിക്കൊരു ഇരട്ടി പങ്ക്. ഇന്ന് നമ്മൾ ഒരു പക്ഷേ അത് ചിന്തിച്ചോണ്ടാണ് നടക്കുന്നത്. അന്ന് ഏലീശയ്ക്ക് അറിയാമോ? ഇല്ല. ഒന്നും പുള്ളി ഒന്നും ഉണ്ടാക്കിയിട്ടിട്ടും ഇല്ല, ഒന്നുമില്ല. കുറേ എതിലെയൊക്കെയോ നടന്നു, പ്രവചിച്ച് ഏതാണ്ടൊക്കെ ചെയ്തിട്ട് ഇപ്പം ഭയങ്കര ദേഷ്യക്കാരനായിരുന്നെന്നാണ് പറയുന്നത് കേട്ടോ. ആര്? ഏലിയാവിനെ കുറിച്ചൊന്ന് പഠിച്ചു നോക്കിയാട്ട്. സ്ട്രിക്റ്റ് ആയിരുന്നു, ഗുസ്സവല, സ്ട്രിക്റ്റ് ട്രെയിനിങ് ആയിരുന്നു. ഒത്തിരി പേർക്കൊന്നും കൂടെ പോവാൻ പറ്റുകയില്ലായിരുന്നു. ഈ പുള്ളി ഇങ്ങനെ പിടിച്ചു പുറകെ നടക്കുക. നമുക്ക് ധ്യാനിച്ച് ഇങ്ങനെ ചിന്തിക്കാൻ നല്ലൊരു ഭാഗമായത്. ഏതായാലും കൊള്ളാം. അവസാനം 8-ാം വാക്യം. അപ്പോൾ ഏലിയാവ് തന്റെ പുതപ്പെടുത്ത് മടക്കി വെള്ളത്തെ അടിച്ചു. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. അങ്ങനെ അവർ ഇരുവരും ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നു. അവർ അക്കരെ കടന്ന ശേഷം ഏലിയാവ് എലീശയോട്, അതെ ഇതെന്താ? ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞ യേശു കർത്താവ് ഒരു കൂട്ടം ശിഷ്യന്മാരെ ചേർത്ത് പിടിച്ച് ദൈവരാജ്യത്തെക്കുറിച്ച് അവരെ പഠിപ്പിച്ച് അവരുടെ മേൽ ആത്മാവൂതിയ ഒരു സംഭവം യോഹന്നാൻ സുവിശേഷത്തിന്റെ അവസാന ഭാഗങ്ങളിൽ വായിക്കുന്നുണ്ടല്ലോ. ഏറെക്കുറെ അങ്ങനെ ഒരു രംഗമായിട്ട് സങ്കല്പിച്ചാൽ മതി. അന്ത്യം വരെയും ഒന്നും പ്രതീക്ഷിക്കാതെ ഒരു സേവാ മനോഭാവത്തോടെ ഒരു മകനായി ചേർന്ന് നിന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. Complete end till the very end. He does not know what he will get out of it. Hallelujah. എന്ത് സംഭവിച്ചു? ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം ഏലിയാവ് ചോദിച്ചു, എന്തുവാ? ഞാൻ നിങ്ങൾ നിന്ന് എടുത്തുകൊള്ളപ്പെടും മുമ്പേ ഞാൻ നിനക്ക് എന്ത് ചെയ്തു തരണം? ആമേൻ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അന്ന് ഏലീശയ്ക്ക് അറിയത്തില്ല, പക്ഷെ മനസ്സിലാക്കണം ഇതൊരു പാറ്റേൺ ആണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മോശയോട് ചേർന്ന് നിന്ന യോശുവയോടും ഏലിയാവിനോട് ചേർന്ന് അന്ത്യം വരെ നിന്ന ഏലീശയോടും യേശുവിന്റെ കൂടെ അവസാനം വരെ നിന്ന ശിഷ്യന്മാരും പൗലോസിന്റെ കൂടെ നിന്ന തിമോത്തിയോസിന്റെ മേലും ചിലത് പകരാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇദ്ദേഹം ചോദിച്ചു, എന്തോ ചോദിച്ചു? നിനക്ക് എന്തോ വേണോന്ന് ചോദിച്ചു. അപ്പൊ ഏലീശ എന്തോ പറഞ്ഞത്? അതിന് ഏലീശ, നിന്റെ ആത്മാവിൽ ഇരട്ടി പങ്ക് എന്റെ മേൽ വരുമാറാകട്ടെ. പാസ്റ്റർ പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോ ഒരു ലൈറ്റനിങ് അടിച്ച പോലെ ഈ വചനം, പാസ്റ്റർ പ്രവാചകന്റെ ശുശ്രൂഷയും അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു. എത്ര പ്രാവശ്യം കേട്ടിട്ടുള്ളതാ. പക്ഷേ നമ്മൾ സാധാരണ ഇത് വായിക്കുമ്പം നമ്മൾ വേറെ, ഞാൻ ഇതിനെക്കുറിച്ച് മുമ്പൊന്ന് പ്രസംഗിച്ചിട്ടുണ്ട്, ഇരട്ടിപ്പങ്ക് അഭിഷേകം എന്ന് പറഞ്ഞ എന്തുവാണ് നമ്മൾ സാധാരണ ഓർക്കുന്നത്? എന്തുവാണെന്നറിയാമോ? ഈ മനുഷ്യന്റെ പുറത്തുള്ള ഇരട്ടി അഭിഷേകം എനിക്ക് വേണം. ഇന്ന് ക്രിസ്തീയ ഗോളങ്ങളിൽ ശുശ്രൂഷകളിൽ അങ്ങനെ ഡെറ്റീരിയോറേറ്റ് ചെയ്തു ബന്ധങ്ങൾ. നോ പേഴ്സണൽ റിലേഷൻഷിപ്പ്, നോ ലവ് ഫോർ ദ പേഴ്സൺ. നിന്റെ അഭിഷേകം കിട്ടിയാൽ നീ ചെയ്തത് എനിക്കും ചെയ്യാം. ഹല്ലേലൂയ. പക്ഷെ ഇയാൾ എന്തോ ചോദിച്ചെന്നറിയാമോ? ഈ ഇരട്ടി പങ്കെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇരട്ടി പങ്ക് അനോയിന്റിങ് വേണമെന്നാണോ പറഞ്ഞത്? ആണോ പറഞ്ഞത്? അഭിഷേകമൊക്കെ തന്നെ ദൈവത്തോടു കൂടെ നടന്ന് പ്രാഗൽഭ്യം റിസീവ് ചെയ്യണം. എന്തുവാ ചോദിച്ചത്? ആത്മാവിൽ ഇരട്ടി. ഏതാത്മാവ്? നിന്റെ ആത്മാവ്. സ്മോൾ എസ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ ഡബിൾ പോർഷൻ ഓർക്കുന്നുണ്ടോ? അറിയാവുന്നവരുണ്ട്. എന്നാൽ ഇതെന്തുവാ ഡബിൾ പോർഷൻ? എവിടാ നമ്മൾ വായിക്കുന്നേ? പഴയ നിയമത്തിന്റെ ഏത് ഭാഗത്താ ഡബിൾ പോർഷൻ പഠിപ്പിച്ചിരിക്കുന്നത്? ആദ്യജാതന്മാർക്കുള്ള അവകാശമായത്. നിന്റെ മിനിസ്ട്രി എനിക്കിങ്ങ് കിട്ടണം എങ്ങനെയും. അതിനാ ഞാൻ ഇത്രയും വരെ പിടിച്ചു നിന്നത് എന്നൊരു മനോഭാവത്തിലല്ല. അദ്ദേഹം ചോദിച്ചത് എന്താ? നിന്റെ മേലുള്ള അതേ ആത്മാവ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ആത്മീയ തലമുറകളെ ഉളവാക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയും പ്രമാണവും ഇതിനകത്ത് നിന്റെ മേൽ വ്യാപരിക്കുന്ന ആത്മാവിന്റെ ഇരട്ടി പങ്ക്. ഹീസ് ആസ്കിങ്, ഹീസ് റിലേറ്റിംഗ് ടു ദാറ്റ് മാൻ ആസ് എ ഫാദർ. ഭൗതികമായിട്ടുള്ള തലമുറകളെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി ഒത്തിരി പഠിക്കാനുണ്ട്. ഞാനതങ്ങ് വിട്ടു, അടുത്തതിലേക്ക് ചാടി. സ്പിരിച്വൽ ജനറേഷൻസ്. ഹല്ലേലൂയ. ഇങ്ങനെയാ അത് വരുന്നത്. ദിസ് ഈസ് ഹൗ ഇറ്റ് ഈസ് ട്രാൻസ്ഫേർഡ്. ഒരു ആദ്യജാതന്റെ അവകാശമാ ചോദിക്കുന്നത്. Hallelujah. Hallelujah. Glory to God. Amen. 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 Hallelujah. Praise God. Amen. Your seed and your spirit. Hallelujah. Hallelujah. അങ്ങനെ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. Amen. നിന്റെ വിത്തും നിന്റെ ആത്മാവും നശിച്ചു പോകാൻ ദൈവം അനുവദിക്കത്തില്ല. Yes. Hallelujah. 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 നീ ദൈവത്തോട് ചേർന്ന് നടന്ന് പ്രാപിച്ചെടുത്തത്, ഹല്ലേലൂയ, നിന്റെ ജീവിതത്തിലുള്ള പ്രാഗൽഭ്യം നീ കൊണ്ട് നടക്കുന്നത്. പെട്ടെന്ന് പറയട്ടെ, യേശു കർത്താവ് കല്യാണം കഴിച്ചില്ല, പൗലോസും വിവാഹിതനായില്ല. അപ്പൊ ഈ തലമുറകളുടെ ഒരു യാഥാർത്ഥ്യമുണ്ട് അല്ലേ? നമുക്കറിയാം ദൈവത്തിന്റെ രണ്ട് പ്രധാന പദ്ധതിയാണ് ഇസ്രായേലും ദൈവസഭയും. ഇസ്രായേൽ ദൈവത്തിന്റെ ജനമാണ്, അന്ത്യം വരെയും അത് അങ്ങനെ തന്നെ ആയിരിക്കും. സഭ വന്നതോടെ ദൈവം ഇസ്രായേലിനെ വിട്ടിപ്പോ സഭയെ മാത്രമാ പരിപാലിക്കുന്നതെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. ഇസ്രായേലിനോടുള്ള ബന്ധത്തിലുള്ള എല്ലാ വാഗ്ദത്തങ്ങളും അക്ഷരീകമായി നിവർത്തിക്കപ്പെടും. ആ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഫോക്കസ് മാറുകയാണ്. ഇവിടെ ഒരു കുടുംബ പേരോ അല്ലേ അങ്ങനെയുള്ള ഒരു ജീനിയോളജിയേക്കാൾ അധികം നമ്മൾ സഭ എന്ന് പറയുന്ന കുടുംബങ്ങളെ കുറിച്ച് കേട്ടു തുടങ്ങാം. ഹല്ലേലൂയ. ആമേൻ. പൗലോസ് ലേഖനം എഴുതിയപ്പം ഓരോ കുടുംബങ്ങൾക്ക് എഴുതുന്നത് അവരാരായിരുന്നു? ഓരോ സഭയായിരുന്നു. വെളിപ്പാട് പുസ്തകം വന്നപ്പോഴത്തേക്കിനും ദൂത് പറഞ്ഞത് സഭകളോടാ. സഭങ്ങളെ കുടുംബങ്ങളായി കാണുന്ന ദൈവം, പിതാക്കന്മാരെ എഴുന്നേൽപ്പിക്കുന്ന ദൈവം, അവരിലൂടെ തലമുറകളെ ഉളവാക്കുന്ന ദൈവത്തിന്റെ പദ്ധതിയാണ് പുതിയ നിയമത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. ഹല്ലേലൂയ. ഡോണ്ട് മിസ്റ്റേക്ക് മീ. നമ്മുടെ ഫിസിക്കൽ ജനറേഷൻസിനെ കുറിച്ച് അതൊത്തിരി വലിയൊരു മെസ്സേജാണ്. അത് പഠിക്കണം. അത് പുതിയ നിയമത്തിൽ വന്നപ്പോൾ ഇനി അതങ്ങനെ അല്ല എന്ന് ആരും ചിന്തിക്കരുത്. നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ തലമുറകളെ കുറിച്ചൊക്കെ ദൈവത്തിന് പദ്ധതിയുണ്ട്. സെയിം ടൈം. ഹല്ലേലൂയ. ആമേൻ. ഇതൊരു ഭയങ്കര ഒരു സംഭവം. പൗലോസും തിമോത്തിയോസും ഒരു വാക്ക് നമുക്കൊന്ന് വായിക്കാം. ഫിലിപ്പിയ ലേഖനം. യേശു കർത്താവ് മുതൽ അത് പഠിക്കാനുണ്ട്. 30 വയസ്സ് പ്രായമായി. ആ സമയത്താണ് പിതാവാം ദൈവം ആത്മാവിനെ പകരുന്നത്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആമേൻ. പിതാവ് എങ്ങനെയായിരിക്കുന്നുവോ അതുപോലെ ഈ പുത്രനും ആയിരിക്കണം. ആമേൻ. ഒരു പ്രായമായി കഴിഞ്ഞപ്പോഴത്തേക്കിന് തൻ്റെ ജീവിതത്തിൻ്റെ വ്യക്തിപരമായ യുദ്ധങ്ങളിലൂടെ സഞ്ചരിച്ച് ദൈവത്തോട് വിശ്വസ്തയോടെ സഞ്ചരിച്ച് 30 വയസ്സ് പ്രായമായപ്പോൾ സ്വർഗം തുറക്കുകയും ആത്മാവ് തൻ്റെ മേൽ ഇറങ്ങി വസിക്കുകയും ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്നൊരു ദൈവശബ്ദം കേൾക്കുവാനിടയായി. ഹല്ലേലൂയ. അതേപോലെ യേശു കർത്താവ് ശിഷ്യന്മാരെ വിളിച്ച് അവരുടെ മേലൂതി. യേശുവിന്റെ മേൽ വ്യാപരിച്ച അതേ ആത്മാവ്. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലുള്ള സംഭവം വരുന്നതേ ഉള്ളൂ. അതിനു മുൻപേ യേശുവിൽ വ്യാപരിച്ച അതേ ആത്മാവ് ഹല്ലേലൂയ ശിഷ്യന്മാരിലേക്ക് പകർന്നു കൊടുത്തതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസും തിമോത്തിയോസും പല കാര്യങ്ങളുണ്ട്, എങ്കിലും അതിശക്തമായി ആദിമസഭയിലെ ദൈവവേല മുന്നേറുവാൻ, ദൈവരാജ്യം പണിയപ്പെടുവാൻ ഇതിലെ ചില ബന്ധങ്ങളെ ദൈവം ഉപയോഗിക്കുവാനിടയായി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഞാൻ ചിലപ്പോൾ ചിന്തിക്കുമായിരുന്നു, ഇതെന്തോ ഒത്തിരി ചർച്ച,
അവിടെ ആ പേരിലൊരു ചർച്ച്, ഇവിടെ ഈ പേരിലൊരു ചർച്ച്, കുറച്ചൊക്കെ വ്യത്യാസങ്ങൾ. ഓരോ കുടുംബമായിട്ട് അങ്ങ് കണ്ടാ മതി. ഹല്ലേലൂയ. ഓരോ ഭവനങ്ങളായിട്ട് അങ്ങ് കണ്ടാ മതി. അല്ലേ? തോമസിന്റെ വീട്, അബ്രഹാമിന്റെ വീട്, നൈനാച്ചന്റെ വീട് എന്നൊക്കെ പറയുന്ന പോലെ. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്പിരിച്വൽ ജനറേഷൻസിനെ ഉളവാക്കുവാൻ ദൈവത്തിന്റെ പദ്ധതിയാണ് സഭ, ലോക്കൽ ചർച്ചസ്. ഹല്ലേലൂയ. പൗലോസ് പറഞ്ഞ ഒരു കാര്യം 2-ാം അധ്യായം അതിൻ്റെ 19 മുതൽ, തിമോത്തിയോസിനെ കുറിച്ച് ഞാനിവിടെ ബൈബിൾ സ്റ്റഡിയൊക്കെ എടുക്കുമ്പോൾ ഇത് ഒത്തിരി ആഴമായി പഠിപ്പിച്ചിട്ടുള്ളതാണ്. അല്ലേ? അദ്ദേഹം വിവാഹിതനല്ല, മക്കളില്ല. അപ്പം നമുക്ക് തലമുറകളെ തന്ന് അനുഗ്രഹിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. പക്ഷേ തലമുറകളില്ലാത്തത് കൊണ്ട് ഇനിയിപ്പോൾ എൻ്റെ ജീവിതം ഞാൻ കൊണ്ട് അങ്ങ് തീരും എന്ന് മാത്രം ഓർത്ത് ആരും ഭാരപ്പെടരുത്. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളിൽ അല്ലേ, you know the spirit that is upon you. Hallelujah. അപ്പം അദ്ദേഹം തിമോത്തിയോസിനെ കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ നമുക്ക് 5 മിനിറ്റ് നിർത്താം. എന്നാൽ നിങ്ങളുടെ വസ്തുത അറിഞ്ഞിട്ട് എനിക്ക് മനം തണുക്കേണ്ടതിന് അതെ, തിമോത്തിയോസിനെ വേഗത്തിൽ അങ്ങോട്ട് അയക്കണം എന്ന് ഞാൻ കർത്താവ് യേശുവിൽ ആശ്രയിക്കുന്നു. അതെ, തിമോത്തിയോസിനെ ഞാൻ വേഗത്തിൽ അങ്ങോട്ട് അയക്കുന്നു. നിങ്ങളെ സംബന്ധിച്ച് പരമാർത്ഥമായി കരുതുവാൻ തുല്യചിത്തനായി എനിക്ക് മറ്റാരുമില്ല. തുല്യചിത്തനായി, കിൻഡ്രഡ് സ്പിരിറ്റ്. 1 കൊരിന്ത്യർ 2 കൊരിന്ത്യരിലൊക്കെ ഇദ്ദേഹം തിമോത്തിയോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര nobody is fighting there for individual recognition. അതൊരു ദുരാത്മാവാ, സഭകളിൽ വ്യാപരിക്കുന്ന ഒരു ദുർചിന്തയാണ്. ചിലപ്പോൾ ഭാര്യ ഭർത്താക്കന്മാരുടെ നടുവിൽ പോലും അത് കയറി വരും. ഞാൻ ആരാ, എനിക്കെന്തോ കിട്ടും. ദൈവം അങ്ങനെയല്ല ചിന്തിക്കുന്നത്. നമ്മുടെ ദൈവം തലമുറകളുടെ ദൈവമാണ്. നാം ദൈവത്തോട് ചേർന്ന് നടന്നാൽ നമുക്കൊന്നും കുറഞ്ഞു പോവത്തില്ല. ഇതിനൊക്കെ ദൈവത്തിന് വഴികളുണ്ട്, ദൈവത്തിന് പ്രമാണങ്ങളുണ്ട്. അല്ലേ? തിമോത്തിയോസിനെ കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇവനെ അയച്ചു കഴിഞ്ഞാൽ he will not come and do something of his own. No. ഞാൻ നിങ്ങളുടെ ഇടയിൽ വന്നാൽ എന്ത് ചെയ്യും അത് തന്നെ ഇവനും ചെയ്യും. അതുകൊണ്ട് ഇവനെ വിടാൻ എനിക്ക് ധൈര്യമുണ്ട്. Hallelujah. The same spirit. He is my beloved son in the Lord. ക്രിസ്തുവിൽ എൻ്റെ നിജപുത്രനായിരിക്കുന്ന തിമോത്തിയോസ്. 2:2 അറിയാലോ എല്ലാവർക്കും. 2 തിമോത്തിയോസ് 2:2 പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിച്ച ഒരു കാര്യമാണ്. 2 തിമോത്തിയോസ് 2:2 മറ്റ് സ്ഥലങ്ങളിലൊക്കെ പൗലോസ് പറയുന്നുണ്ട്. തൻ്റെ ജീവിതത്തിൻ്റെ ഈ ഏലിയാവും ഏലീശയും പോലുള്ള ഒരു രംഗം അവർ തമ്മിലും ഉണ്ടായിരുന്നു. കാരാഗൃഹത്തിൽ കിടക്കുകയാണ്. 2 തിമോത്തിയോസ് 4-ാം അധ്യായം. ചില മണിക്കൂറുകൾക്ക് ശേഷം മരണമാണ് താൻ ജീവിതത്തിൻ്റെ മുൻപിൽ കാണുന്നത്. ഹല്ലേലൂയ. എന്നാൽ ആ സമയത്തും തൻ്റെ പുത്രന് ലേഖനം എഴുതുകയും തൻ്റെ ജീവിതത്തിൽ ദൈവം ഡെപ്പോസിറ്റ് ചെയ്തത് മുഴുവനും ഈ ഒരു മറ്റ് വ്യക്തിയിൽ റിപ്രൊഡ്യൂസ് ചെയ്ത് ഏൽപ്പിച്ചിട്ട് പോകുകയാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പൗലോസ് പോയപ്പോൾ പൗലോസിന്റെ എല്ലാം അങ്ങ് പോയോ? ഇല്ല. The legacy goes on. Amen. Hallelujah. The legacy of the house lives on. Amen. The Father lives through his children. Hallelujah. His seed will never die. Amen. And his spirit will never perish. Amen. അതിൻ്റെ ഒരേരട്ടി പങ്കാണ് ആദ്യജാതന്മാരിലേക്ക് പകരുവാൻ ദൈവത്തിന് പദ്ധതിയുള്ളത്. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. എന്തോ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് റെഡിയാക്കുക. ഇതോടെ ഒന്ന് വായിച്ചോ. നീ പല സാക്ഷികളുടെ മുമ്പാകെ എന്നോട് കേട്ടതെല്ലാം മറ്റുള്ളവരെ ഉപദേശിപ്പാൻ സമർത്ഥരായ വിശ്വസ്ത മനുഷ്യരെ ഭരമേൽപ്പിക്കുക. 4 തലമുറയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ നിന്നെ ഏൽപ്പിച്ചു, നീ അത് വിശ്വസ്തരെ ഏൽപ്പിക്കണം. ആ ആത്മാവിലും ആ വിത്തിലും
അല്ലേ? ഒരു കുടുംബ പാരമ്പര്യം നിലനിർത്തുന്നത് പോലെ എന്നെ കണ്ടിരിക്കുന്നവൻ പിതാവിനെ കണ്ടു എന്നുള്ള മനോഭാവത്തോടെ ജീവിച്ച പുത്രനായ യേശുവിന്റെ മനോഭാവത്തോടെ ഹല്ലേലൂയ എന്തോ ചിലത്. ആമേൻ. This is a time of great alignment in the spirit. Hallelujah. ഒരു പ്ലെയിൻ പറക്കാനായിട്ട് ഇങ്ങനെ വട്ടം ചുറ്റി കറങ്ങുന്നത് പോലെ ആത്മമണ്ഡലത്തിൽ ചിലതെല്ലാം ചലിച്ചു തുടങ്ങിയിരിക്കുകയാണ്. Hallelujah. This is a time of deep alignment and soul searching and getting ready. Hallelujah. To take the place that you have in the Lord. കർത്താവേ, തലമുറകളാ. Yes, oh നമ്മുടെ God. ദൈവം തലമുറകളുടെ You're the ദൈവം. God of generations. ചേർന്ന് പറയുമോ, നമ്മുടെ ദൈവം നമ്മുടെ ദൈവം തലമുറകളുടെ ദൈവമാണ്. ആഹാരം ഉയർത്തി നമുക്ക് പറയാം, നമ്മുടെ ദൈവം തലമുറകളുടെ ദൈവം. തലമുറകളുടെ ദൈവമാണ്. Yes, Your we acknowledge. seed and your spirit will not perish. Your seed and your spirit will not perish.